എന്താണ് വേഷം? സിനിമ കണ്ട് തീരുമാനിക്കേണ്ടി വരുമോ? അത് ഇപ്പൊ പറയുന്നില്ല. സിനിമ കണ്ട് തീരുമാനിച്ചു അങ്ങനെ അതല്ല നല്ലത്. അല്ല മതിയെങ്കിൽ മതി. ഞാനല്ലേ സിനിമ സീനേ ഉള്ളൂ, പക്ഷെ വളരെ രസകരമായ സീനാണ്. നന്നായിട്ടുണ്ട്. രസകരമായിട്ട് പുള്ളി ജൈവനായിട്ട് ചെയ്തു. അത് നല്ല രസമായിട്ട് ചെയ്തു. ഇത്രയും പേര് പോരെ ഞാൻ അങ്ങോട്ട് ചോദിക്കരുത്. ഇത്രയും പേര് ഒരുമിച്ച് നിങ്ങൾക്ക് ഇത് കേൾക്കാനല്ലേ നിങ്ങൾ ചോദിച്ചത്? ഞാനത് ചോദിക്കാൻ ഇത് കണ്ടിട്ട് വേണം. അല്ല ഇത് കണ്ടിട്ട് വേണം നിങ്ങൾ വേറെ അടുത്ത് പോയി പറയാൻ. മനസ്സിലായോ? ഇത്രയും നിങ്ങൾ കേട്ടു. ഇനി അടുത്ത് നിങ്ങൾ വേറെ എവിടെയും പോകുമ്പോ ഇതേമാതിരി പറയണം. നല്ല ക്യാരക്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് എനിക്ക് വാങ്ങിച്ചു തരണം. അവിടെയും വന്നു കേട്ടോ. അല്ല എങ്ങനെയാണ് ഇപ്പൊ എത്രാത്ത ചോദ്യം? അവിടെയും എന്റെ അടുത്തേക്ക് എത്തിയെന്നുള്ളതാണ്. അതാണ് ഏറ്റവും രസകരമായ കാര്യം. വെളിച്ചപ്പാടാണല്ലോ തിരിച്ച് ഇപ്പം തൃപ്തിയല്ല തന്നെ. എന്തായാലും നല്ലൊരു സിനിമയുടെ ഭാഗമായി താങ്കൾ അനിയൻ ശ്രീറാം, എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ശ്രീറാം. ദുബൈയിൽ നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന വ്യക്തി, നമ്മുടെ ഓഫീസുകളുണ്ട്. ഈ നിങ്ങള് ചേട്ടന് അനിയനൊരു കണക്ഷൻ അല്ലേ? എല്ലാ തീർച്ചയായിട്ടും അല്ലെ? ഓരോ സിനിമയുടെ സബ്ജക്ട് നിങ്ങൾ രണ്ടുപേരും കേൾക്കുന്നുണ്ടോ? അവനാ കേൾക്കുക. അവൻ കേട്ടിട്ട് എന്റെ അടുത്ത് പറയും. അവൻ പറഞ്ഞാൽ പിന്നെ എനിക്ക് അതിലപ്പുറം വേറൊന്നുമില്ല. കാരണം എനിക്ക് മനസ്സിലായി അവനൊരു നല്ലൊരു സെൻസ് ഉണ്ടെന്നും, അല്ലെ അവൻ പറയുന്ന കാര്യത്തിനും അല്ലേ പപ്പേട്ട നല്ലൊരു ഇതുണ്ട് അവൻ. ഞാൻ തുറന്നു തന്നെ പറയും. കാരണം വെച്ചാൽ അവനത് ഇപ്പോഴെങ്ങനെയാട്ടോ ഞാൻ അംഗീകരിക്കുന്നത്, അവനോട് നേരിട്ട് ഞാൻ പറയില്ല. വളരെ ഷാർപ്പാണ് ശ്രീരാം. ശരിക്കും അതാണ് ശരിക്കും ശ്രീരാമൻ ലക്ഷ്മണൻ ഇവരൊരു കോമ്പിനേഷൻ. അല്ല അത് എനിക്ക് ഭയങ്കര സപ്പോർട്ടുവാ ഏത് കാര്യത്തിനും. ഞാൻ ടെൻഷൻ അടിച്ചാലും അവൻ കൂളായിട്ട് ഇരിക്കൂ. ഞാൻ ഇന്ന് ശ്രീരാം വരുമെന്ന് എന്നോട് പറഞ്ഞു. ശ്രീരാം ഒരു ഡയലോഗ് ഞാനിപ്പോൾ അങ്ങോട്ട് പറയാം. അല്ല ഞാൻ അവിടെ തന്നെയൊക്കെയാണ് ഇങ്ങോട്ട് വരുന്ന യാത്രയൊക്കെ പൈസ ഉണ്ട്. ആ പൈസയുടെ നമ്മുടെ സിനിമയുടെ പ്രൊമോഷൻ കൊണ്ട് ഇങ്ങനെ മുടക്കിക്കൊണ്ടിരിക്കാം. അപ്പൊ സിനിമയോടുള്ള ഒരു താല്പര്യമാണോട്ട് ഞാൻ മനസ്സിലാക്കിയത്. മറ്റുള്ളവരൊന്ന് വരാൻ നോക്കും, ഞാൻ അതും കൂടെ നമ്മുടെ പ്രൊമോഷൻ ഇങ്ങനെ കൊണ്ടുപോകണം. എവിടം വരെ കൊണ്ടുപോകാൻ പറ്റും അത്രയും. അവൻ അവിടെ ഇരുന്നിട്ട് തന്നെ അവൻ ഓരോ കാര്യങ്ങളിലും എല്ലാവരെയും വിളിച്ചു പറയലും പല കാര്യങ്ങളും അവൻ കോർഡിനേറ്റ് ചെയ്ത് എൻ്റെ അടുത്ത് അവസാനം അവൻ കൊണ്ടുവരുള്ളൂ. കാരണം ഞാൻ പെട്ടെന്ന് പറയുമ്പോൾ എനിക്ക് ദേഷ്യം വരും. കാരണം ഞാൻ എപ്പോഴും അങ്ങനെയാണ്. പക്ഷെ അപ്പം എന്നാലും അവൻ പറയുന്നതിൽ കാര്യമുണ്ടെന്നുള്ളത് ലാസ്റ്റ് ചെയ്യാൻ മനസ്സിലായി. ദേഷ്യം വരുന്നത് ചിരിക്കുന്നുണ്ട്. ഞാനല്ല, ഞാൻ പപ്പേട്ടായിട്ട് ഞങ്ങളിങ്ങനെ അങ്ങനെ ചിരിച്ചു എന്ന് മാത്രം. ശ്രീരാമനെ നമുക്ക് എന്ത് കാര്യം വിശ്വസിച്ച് ഏൽപ്പിക്കാവുന്ന ഒരു കാര്യമാണ്. അല്ല ഞാൻ പറഞ്ഞത് ശ്രീരാമനെ വിളിച്ചിട്ട് നമ്മളൊരു കാര്യം ഈ പടത്തിന്റെ ഒരു കാര്യത്തിലോട്ട് ഒന്ന് പ്രധാനമന്ത്രി ഒന്ന് വിളിക്കുമോ റെഡിയാണ്. ഏത് കാര്യത്തിനും കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകും. അല്ല ഇങ്ങനെയുള്ള പ്രൊഡ്യൂസർമാര് ജ്യേഷ്ഠനിയന്മാര് എന്ന് പറഞ്ഞാൽ അപ്പുറത്തേക്ക് ഒരു സുഹൃത്തു അതന്നെ ഭയങ്കര ക്യൂട്ട് അല്ലേ ഒരു ജ്യേഷ്ഠനിയന്മാര് പ്രൊഡ്യൂസ് ചെയ്യുന്ന പറയുമ്പോൾ വളരെ റെയർ ആയിട്ടാണ്. അങ്ങനെ സുഹൃത്തുക്കളുണ്ടാവും. അതെ, ആ കൂട്ടാണ് ഇങ്ങനെയുള്ളത് റെയറാണ്. അതെ, ഇത് വളരെ കുറവാണ്. മനസ്സ് വെച്ചാ ചേഞ്ച് ആവാലോ. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് അപ്ലയൻസസുകളുടെ വൈഡ് റേഞ്ചും മൈജി ഫ്യൂച്ചർ സ്റ്റോറുകളിൽ മാത്രം. മൈജി ഫ്യൂച്ചർ ചേഞ്ച് ആകും, വേറൊരു റേഞ്ച് ആകൂ. Neetu's Academy, India's #1 language academy.